Hi everyone, welcome to Learn with Basil Nilamra. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ്വില്ലിന്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഗുഡ്വിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ പ്രധാനമായിട്ടും 4 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, തേർഡ് വൺ ആനിറ്റി മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടാണ്, എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. ഇപ്പൊ ഗുഡ്വിൽ ഈ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. എന്താണ് ആവറേജ് പ്രോഫിറ്റ്? ആവറേജ് പ്രോഫിറ്റ് ഒന്നെങ്കിൽ സിമ്പിൾ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. മാത്രമല്ല, ഈ ആവറേജ് പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോൺ റെക്കറിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും അബ്നോർമൽ ഗെയിൻ ഓർ ലോസ് ഒരു പെർട്ടിക്കുലർ ഇയറിൽ നടക്കുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിൽ ഉണ്ടായിരിക്കണം. അബ്നോർമൽ ആയിട്ടുള്ള ഗെയിനോ അബ്നോർമൽ ആയിട്ടുള്ള ലോസോ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ഇത് ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, പാസ്റ്റ് പ്രോഫിറ്റ് ഫിഗേഴ്സ് ഫ്യൂച്ചർ മെയിൻറ്റനബിൾ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഗെയിനോ അബ്നോർമൽ ലോസോ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഇയറിന് അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് റിമൂവ് ചെയ്തിട്ട് വേണം ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞു. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡും അതേപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ഉണ്ട്. എപ്പോഴാണ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി യൂസ് വെൻ ദർ ഇസ് നോ ക്ലിയർ ട്രെൻഡ്സ് ഇൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ ഒരു ട്രെൻഡും ഇല്ല, നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇൻക്രീസിംഗ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ഡിക്രീസിംഗ് ട്രെൻഡോ ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് ഇല്ലെങ്കിൽ, നോ ക്ലിയർ ട്രെൻഡ് ഇൻ പ്രോഫിറ്റ്, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം? അവിടെ എന്തുണ്ടായിരിക്കണം? ക്ലിയർ ട്രെൻഡ് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ പ്രോഫിറ്റ്സ് ഇങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ട്രെൻഡ് ഉണ്ടെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ മെത്തേഡിൽ ഒരു ഈച്ച് പ്രോഫിറ്റിന്, ഈച്ച് ഇയറിന്റെ പ്രോഫിറ്റിന് ഒരു വെയിറ്റ് കൊടുക്കും. ആ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ് എടുക്കും. എന്നിട്ട് ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വെയ്റ്റഡ് ആവറേജ് ആയിട്ട് എടുക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് ഇൻക്രീസിംഗ് ട്രെൻഡ് ആകുമ്പോഴും അതല്ലാതെ വെയിറ്റ് അസൈൻ ചെയ്തിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ ചില അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പഠിച്ചു റിമൂവ് ചെയ്യണം പ്രോഫിറ്റ് എന്ന്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. XY Limited, a partnership firm, earned a profit during the past 5 years as follows. Year 2011 27,000 profit, 2012 36,000 profit, 2013 37,200 profit, 2014 42,000 profit, and 2015 46,800 profit. Determine the value of goodwill in each of the following independent cases. Case A, it was desired to value goodwill on the basis of 2-year purchase of average profit of last 5 years. So average profit base ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനൊരു സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ട്രെൻഡ് ഉണ്ടെങ്കിലും തൽക്കാലം ഈ ക്വസ്റ്റ്യന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. കാരണം ക്വസ്റ്റ്യൻ നമ്പർ ബിയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ സിയും വെയ്റ്റഡ് ആവറേജ് മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് കേസ് 7A, കേസ് എ ഞാൻ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നു. സിമ്പിൾ ഫസ്റ്റ് കേസ് എ, സിമ്പിൾ ആവറേജ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇതിൽ ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. അപ്പൊ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഫസ്റ്റ് ഇയറിൽ 27,000 പ്ലസ് 36,000 പ്ലസ് നെക്സ്റ്റ് ഇയറിൽ 37,200 നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 42,000 ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഇയറിൽ 46,800 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കും. സോ 37,800. So goodwill equal to average profit 37,800 into 2 equal to 75,600 ആണ് goodwillന്റെ value first case A. Next case B. It was decided to value goodwill on the basis of 3.5 years purchase of average profit of last 5 years after giving weight of 1, 2, 3, 6 and 8 to the profits chronologically. വീണ്ടും ഗുഡ്വില് കാൽക്കുലേറ്റ് ചെയ്യാണ്. പക്ഷെ കേസ് ബിയിൽ ഗുഡ്വില് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരമാണ്. കേസ് ബി വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഗുഡ്വിൽ ഈക്വൽ ടു ഏത് പ്രോഫിറ്റ് ആണെങ്കിലും ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആണെങ്കിൽ വെയ്റ്റഡ്, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പെർച്ചേസ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പെർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.5 years purchase ആണ്. Multiplied by 3.5 years ആണ്. ഇനി വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് അവർ വെയിറ്റും പറഞ്ഞിട്ടുണ്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ. അപ്പൊ ആ വെയിറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ and fifth year. First year le profits ആദ്യം എഴുതുന്നു. year profit first year le 27,000, second year le 36,000, third year le 37,200, fourth year le 42,000 and fifth year le 46,800. വെയിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1, 2, 3, 6, 8 എന്നുള്ള ഓർഡറിലാണ്. വെയിറ്റ് 1, 2, 3, 6, 8 ഇതാണ് വെയിറ്റ്. ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 27,000 into 1, 27,000. 36,000 into 2, 72,000. 37,200 into 3 നിങ്ങളുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. So 37,200 into 3 1,11,600. Next 42,000 into 6 2,52,000 and third one 46,800 into 8 3,74,400. ഈ പറയുന്ന വെയിറ്റിന്റെ എല്ലാം ടോട്ടൽ എടുക്കണം. അപ്പോൾ ടോട്ടൽ 27,000 പ്ലസ് 72,000 പ്ലസ് 1,11600 പ്ലസ് 252,000 പ്ലസ് 3,74,400 ടോട്ടൽ 8,37,000 ആണ്. വെയിറ്റിന്റെ വെയിറ്റ്സും ടോട്ടലും എടുക്കുക. 1 plus 2 3, 3 plus 3 6, 6 plus 6 12, 12 plus 8 20. So ഇനി therefore weighted average profit എന്ന് പറയുന്നത് weighted average profit equal to 8,37,000 divided by 20. 8,37,000 divided by 20 equal to 41,850. So weighted average profit 41,850 ആണെന്ന് കിട്ടി. ഇനി ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനിൽ weighted average profit multiplied by 3.5 ആണ്.
വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 41,850. സോ 41,850 into 3.5 equal to 1,46,475 ആണ് കേസ് ബിയിൽ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ. Next, question number C. So question number C, it was decided to value the goodwill on the basis of 3 years purchase of weighted average profit of last 5 years, giving maximum weight to the recent result. Maximum weight last result in a maximum weight കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് അവർ തന്നിട്ടില്ല, പകരം അവർ പറയുന്നത് വെയിറ്റ് കൊടുക്കുമ്പോൾ മാക്സിമം വെയിറ്റേജ് ടു ബി ഗിവൺ ടു ദി റീസെന്റ് റിസൾട്ട്സ് ആണ്. നമ്മൾ തന്നെ വെയിറ്റ് കൊടുക്കണം. അപ്പോൾ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വർക്കിംഗ് ആയിട്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് വെയിറ്റ് അതിന് രണ്ടിന് ടോട്ടൽ അഗ്രിഗേറ്റ് കിട്ടും. ടോട്ടൽ സിംപ്ലി ടോട്ടൽ. സോ പ്രോഫിറ്റ് ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 27,000, സെക്കൻഡ് ഇയറിലെ പ്രോഫിറ്റ് 36,000, തേർഡ് ഇയറിലെ പ്രോഫിറ്റ് 37,200, ഫോർത്ത് ഇയറിലെ പ്രോഫിറ്റ് 42,000 and fifth yearലെ പ്രോഫിറ്റ് 46,800. നമ്മൾ പറഞ്ഞത് റീസെന്റ് ഇയേഴ്സിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന വർഷം എന്ന് പറഞ്ഞാൽ ഫിഫ്ത് ഇയർ ഏറ്റവും കൂടുതൽ, തേർഡ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് ഫസ്റ്റ് ഇയർ എന്നുള്ള രീതിയിൽ വെയിറ്റ് കൊടുക്കുന്നു. വെയിറ്റ് 27,000 into 1, നമ്മുടെ അഗ്രിഗേറ്റ് എമൗണ്ടിൽ 27,000 and 72,000, 37,200 into 3, 42,000 into 4, 1,68,000 and 47,800 into 5, 2,34,000. ഇതിന്റെ ടോട്ടൽ ചെയ്യാം. 27,000 plus 72,000 plus 111,600 plus 1,68,000 plus 2,34,000, total 6,12,600. weight in the total edukka 1 plus 2 3, 3 plus 3 6, 6 plus 4 10 and 15. Therefore weighted average equal to 6,12,600 divided by 15. The calculator use ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. 6,12,600 divided by 15, 40,840 ആണ് weighted average. അപ്പോൾ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ഗുഡ്വിൽ equal to weighted average 40,840 multiplied by number of years of purchase. Number of years of purchase 3 ആണ്. So into 3 equal to 1,22,520. Next question number D. It was decided to value the goodwill on basis of 2.5 years. It was decided to value goodwill on basis of 2.5 years purchase of simple average profit of last 5 years. In the regard, for 2.5 years are purchase. In this regard, the following were observed. An abnormal loss of 1,800 was charged against profit of 2013.
Profit of 14 included non-recurring receipt of 2,500. Closing stock was overvalued by 2,400 in 2015. അപ്പോൾ ഇവിടെ ചില നോൺ റെക്കറിംഗ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ വർഷം മാത്രം വരുന്ന ഐറ്റംസ്, അടുത്ത വർഷത്തിനെ ഒന്നും എഫക്ട് ചെയ്യാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ വാല്യുവേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് റിമൂവ് ചെയ്യണം? അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അബ്നോർമൽ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ ഇയർ, പ്രോഫിറ്റ്, ഫസ്റ്റ് ഇയർ 2011, 2012, 2013, 2014 and 2015. പ്രോഫിറ്റ് വരുന്നത് പ്രോഫിറ്റ് ഫിഗേഴ്സ് കോപ്പി ചെയ്യുന്നു. 27,000, 2012 36,000, 2013 37,200, 2014 42,000, 2015 46,800. ഇത് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷൻ നോക്കുക. 2013 ഒരു അബ്നോർമൽ ലോസ് ഉണ്ട്. അപ്പൊ ഈ ലോസ് അടുത്ത വർഷങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോസ് 37,200 ആഫ്റ്റർ ലോസ് ആണ്. ഈ ലോസ് അടുത്ത വർഷങ്ങളൊന്നും വരാൻ പോകുന്നില്ല, അബ്നോർമൽ ആണ്. അപ്പൊ ലോസ് ആഡ് ബാക്ക് ചെയ്യണം. 37,800 സോറി 200 പ്ലസ് 1,800 39,000. ആൻഡ് 2014 കുറിച്ച് അവർ പറയുന്നത് 2014 ഒരു റെസിപ്റ്റ് ഉണ്ട്. ഇത് ഇനി കിട്ടാത്ത റെസിപ്റ്റ് ആണ്. അപ്പൊ ഇതിപ്പോ നമ്മുടെ പ്രോഫിറ്റിനെ കൂട്ടിയിട്ടുണ്ട്, കാരണം അങ്ങനെ ഒരു ഇൻകം കിട്ടിയിട്ടുണ്ട്. അത് ഈ വർഷത്തെ എന്തോ റീസൺ കാരണം വന്ന ഇൻകം ആണ്. നോർമലി അങ്ങനെ ഒരു ഇൻകം വരാറില്ല. നോൺ റെക്കറിംഗ് ആയിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള ലോസും അബ്നോർമൽ ആയിട്ടുള്ള ഇൻകം റിമൂവ് ചെയ്യണം. 2013 37,200 ഒരു 1,800 ലോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ്. അപ്പൊ എന്ത് ചെയ്തു? ലോസ് ആഡ് ബാക്ക് ചെയ്തു. 2014 42,000 എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അബ്നോർമൽ ഇൻകം ആണ്. ഈ വർഷം മാത്രം 40 മാത്രം സംഭവിക്കുന്നതാണ്. അപ്പൊ അതെന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. 2015 പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിരുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും ഓവർ വാല്യൂ ചെയ്യും. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ +1 അക്കൗണ്ടിങ്ങിൽ ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ബികോമിലൊക്കെ പഠിച്ച സോൾ പ്രൊപ്പറേറ്റർ ആംഗിളിൽ ചിന്തിച്ചാൽ മതി. എവിടെയാണ് നിങ്ങൾ സെയിൽസ് കാണിക്കാറ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. എവിടെയാണ് നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കും കാണിക്കാറ്? സെയിൽസിന്റെ തൊട്ട് താഴെ. അപ്പൊ സെയിൽ ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റ് കൂടുമോ? പ്രോഫിറ്റ് കൂടും. ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിലിന്റെ തൊട്ട് താഴെ കാണിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് അത് ക്രെഡിറ്റ് സൈഡിലാണ്. അത് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യും? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അബ്നോർമൽ ആണ്. ഈ വർഷം മാത്രം ഓവർ വാല്യൂഷൻ നടന്നതാണ്. 46,800 മൈനസ് 2,400 44,400. ഇതെല്ലാം ആഡ് ചെയ്യുക. 27,000 പ്ലസ് 36,000 പ്ലസ് 39,000 പ്ലസ് 39,500 പ്ലസ് 44,400. So equal to 1,85,900. ഇത് ടോട്ടൽ ആണ്. നമുക്ക് വേണ്ടത് ആവറേജ് കാണണം. അപ്പൊ ആവറേജ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 1,85,900 ഡിവൈഡഡ് ബൈ 5 37,180. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ 37,180 ഇൻറ്റു purchase, number of years of purchase 2.5 ആണ്. So goodwill equal to average profit 37,180 into 2.5 years. So into 2.5 years equal to rupees 92,950 ആണ് ഗുഡ്വില്ലിന്റെ എമൗണ്ട് ആയിട്ട് വരുന്നത്. So that's all. ഇപ്പൊ നമ്മൾ പഠിച്ചത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ എങ്ങനെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം,
അതേപോലെ തന്നെ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നോൺ റെക്കറിംഗ് ആയിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, അബ്നോർമൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അബ്നോർമൽ എക്സ്പെൻസോ അബ്നോർമൽ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പൊ ഇതിന്റെ വാല്യൂഷൻ ഓഫ് ഗുഡ്വില്ലിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും അതേപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വിത്ത് ബാസിൽ നീലാംബ്ര.